ആലപ്പുഴ CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. തുമ്പോളി ലോക്കൽ കമ്മിറ്റിയിലെ 9 ബ്രാഞ്ചുകൾ പ്രവർത്തനം നിർത്തി. 80ഓളം പ്രവർത്തകർ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. തുമ്പോളി നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി PP ഡേവിഡ് ഇന്നലെ രാജിവെച്ച് CPI-യിൽ ചേർന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ കാലങ്ങളായി തുടരുകയാണ്. നിരവധി ആളുകൾ, പ്രത്യേകിച്ചും കുട്ടനാട് മേഖലയിൽ നിരവധി ആളുകൾ പാർട്ടി വിട്ട് CPI-യിലേക്ക്, ആ ബ്രാഞ്ച് ഘടകങ്ങൾ ഒന്നാകെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തുമ്പോളി നോർത്ത് ബ്രാഞ്ചിലാണ്. അവിടുത്തെ സെക്രട്ടറി തന്നെ രാജിവെച്ച് PP ഡേവിഡ് കഴിഞ്ഞ ദിവസം CPI-യിൽ ചേർന്നിരിക്കുന്നു. അതുകൂടാതെ 80ഓളം പേർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം, നിഷ ദിലീപ്? ഒക്ടോബറിലാണ് ഇവിടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടന്നത്. അന്നു മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. അതായത് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ആരോപിക്കുന്നത് വിഭാഗീയതയ്ക്ക്, അവിടുത്തെ തുമ്പോളി നോർത്തിൽ വിഭാഗീയതയ്ക്ക് കൂട്ടുനിന്ന ഒരാളെ ലോക്കൽ കമ്മിറ്റി അംഗമാക്കിയതിനെതിരെയായിരുന്നു പ്രവർത്തകരുടെ എതിർപ്പുണ്ടായിരുന്നത്. MLA അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചുവെങ്കിൽ പോലും ഈ പറഞ്ഞ ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ നടപടിയെടുക്കാനോ അയാളെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് മാറ്റാനോ നേതൃത്വം തയ്യാറായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ തുമ്പോളി ലോക്കൽ കമ്മിറ്റിയിൽ 17 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. ഈ 17 ബ്രാഞ്ചുകളിൽ 9 ബ്രാഞ്ചും ഏതാണ്ട് നിർജീവമായ അവസ്ഥയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടത്തിയ CPM-ന്റെ ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കാനായി ആളുകൾ എത്തിയില്ല. ഈ ഇത്തരത്തിൽ 9 ബ്രാഞ്ചുകളും പ്രവർത്തനം നിർത്തിയതിന്റെ ഫലമായാണ് ഇത്തരം ഒരു പൊതുപരിപാടിയിൽ പോലും പങ്കെടുക്കാൻ ആളുകൾ എത്താതിരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 9-ന് ശേഷമാണ് ഈ ബ്രാഞ്ചുകൾ പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഈ ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ചിന്റെ സെക്രട്ടറി, തുമ്പോളി നോർത്ത് ബ്രാഞ്ചിന്റെ സെക്രട്ടറി PP ഡേവിഡ് കഴിഞ്ഞ ദിവസം CPI-യിൽ ചേർന്നിരുന്നു. ഇനിയും കൂടുതൽ ആളുകൾ, അതായത് ഇത്തരത്തിൽ ഒട്ടും താല്പര്യമില്ലാതെ, അതായത് ഈ വിഭാഗീയത നടത്തിയ ആളെ പാർട്ടിയിൽ എടുത്തതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകരുണ്ട്. അവരെല്ലാവരും തന്നെ മറ്റു പാർട്ടികളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളെ കഴിഞ്ഞ 2017-ലും 2022-ലും ഒക്കെ CPM-ന്റെ സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ഈ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ PS സാബു എന്ന് പറയുന്ന ആൾ. അയാളെ ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തതിൽ പ്രതിഷേധിച്ചാണ് CPM ഇത്തരത്തിലൊരു കൂട്ടരാജിയിലേക്കൊക്കെ പോകാവുന്ന ഒരു അവസ്ഥ എത്തിയത്. ഈ ലോക്കൽ കമ്മിറ്റികളുടെ പ്രവർത്തനമൊക്കെ നിലച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ആലപ്പുഴ ജില്ലയിൽ CPM-ൽ വലിയ പൊട്ടിത്തെറി. 80ഓളം പേർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു. തുമ്പോളിയിലാണ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി CPM-ൽ നിന്ന് രാജിവെച്ച് PP ഡേവിഡ് കഴിഞ്ഞ ദിവസം CPI-യിൽ ചേർന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.